ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ബ്ലൗസിൽ ഹുക്ക് എങ്ങനെയാണ് വെക്കാമെന്നാണ് കേട്ടോ നോക്കുന്നത്. അപ്പോൾ ബ്ലൗസിൽ ഹുക്ക് എന്ന് വെച്ചാൽ നമുക്ക് സിമ്പിളായിട്ട് വെക്കാൻ പറ്റുന്നതാണ്. ഒരു സൂചിയും നൂലും അതുപോലെ തന്നെ നമ്മുടെ ഹുക്കും ഉണ്ടെങ്കിൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു കാര്യമാണ് കേട്ടോ. അപ്പോൾ നമ്മളൊരു നൂലിൽ എന്ത് ചെയ്യണം, സെയിം നൂലോ അല്ലെങ്കിൽ വേറെ ഏത് കളറായാലും നമ്മൾ കുഴപ്പമില്ല, നമ്മൾ സൂചിയിൽ ഇത് കോർക്കുക. അതിന് ശേഷം നൂലിൻ്റെ ഒരറ്റത്ത് ഒരു കെട്ടിട്ട് വെക്കണം കേട്ടോ. അതിന് ശേഷം വേണം നമ്മൾ ഇതുപോലെ കോർത്ത് അത് ഫിറ്റ് ചെയ്യാനായിട്ട്. സൂചി നമ്മൾ ഇത്ര വലിപ്പം ഇല്ലെങ്കിലും ഇത്തിരി വലിപ്പം കുറഞ്ഞതൊക്കെ മേടിച്ച് കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് തുന്നിയെടുക്കാം. ഇത്ര വലിപ്പമാകുമ്പോൾ നമുക്കത് കയറ്റാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. ഇപ്പം നല്ല കനം കുറഞ്ഞിട്ടുള്ള സൂചികളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമുക്കിതാ ഇതുപോലെ തുന്നിയെടുക്കാനായിട്ട് എളുപ്പമാണ് കേട്ടോ. നല്ല മൂർച്ചയുണ്ടാവും, അത് കാരണം നമുക്ക് പെട്ടെന്ന് തുന്നിയെടുക്കാം. അപ്പോൾ അതേ ഇതുപോലെ ഒരു സൈഡ് ഒന്ന് ടൈറ്റാക്കിയതിന് ശേഷം നമ്മൾ അപ്പുറത്ത് ഇതുപോലത്തെ ഹോളിൽ എന്ത് ചെയ്യണം, വീണ്ടും നൂല് ഇതുപോലെ കോർത്ത് നല്ലപോലെ ഒന്ന് തുന്നിയെടുക്കാം കേട്ടോ. അതിന് ശേഷം നമ്മൾ സെൻറ്റർ ഭാഗത്തും കൂടെ ഒന്ന് തുന്നണം. കാരണം ഇത് നല്ല ടൈറ്റായിട്ട് തന്നെ ഇരിക്കണം, ഇങ്ങനെ അനങ്ങാതിരിക്കണം. അതിന് വേണ്ടിയിട്ട് ഇതായതുപോലെ മുകളിൽ നിന്നും നമ്മൾ തുന്നണം കേട്ടോ. അതേ നോക്കി, അപ്പോൾ കൃത്യമായിട്ട് ഞാൻ കാണിച്ചു തരുന്നുണ്ട് അതെങ്ങനെ തുന്നാന്നൊക്കെ. നമ്മളിതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ഇത് പൂട്ടാനായിട്ട് ചിലവരൊക്കെ നൂല് തന്നെയാണ് കേട്ടോ ഇങ്ങനെ തുന്നി വെക്കുന്നത്. പക്ഷേ നൂല് അങ്ങനെ ആക്കണം എന്നില്ല. നമ്മൾ ബ്ലൗസിൽ തന്നെ ഒരു വി ഷേപ്പ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ നമുക്കത് സിമ്പിളായിട്ട് തന്നെ കോർക്കാനായിട്ട് പറ്റുമോ. അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ, ഇതിൻ്റെ ലാസ്റ്റ് കാണിച്ചു തരാം. അപ്പം നമുക്ക് ഏകദേശം ഒരു ഹുക്ക് പകുതിയോളമായിട്ടുണ്ട് നമ്മൾ തുന്നിയിട്ട്. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്ന് വെച്ചാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പുതിയ ചാനലാണ്, അതുകൊണ്ടാണ്. ഇതേ നമ്മുടെ ഹുക്കൊക്കെ തുന്നി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതേ നമ്മുടെ ബ്ലൗസിലിത് കോർത്ത് നോക്കാം കേട്ടോ. അതാ കറക്റ്റ് സ്ഥലത്ത് തന്നെ വെച്ച് വേണം നമ്മൾ ഹുക്ക് തുന്നി പിടിപ്പിക്കാനായിട്ട് കേട്ടോ. അപ്പോൾ ഇതേ നല്ല ഫിനിഷിംഗ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്.